ഇന്ന് ഡിസംബർ 21 എൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഏട്ടൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. 12 മണിയായപ്പോൾ വിളിച്ച് വിഷ് ചെയ്ത് സ്റ്റാറ്റസൊക്കെ ഇട്ട് രാവിലെ 6:30 ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ബർത്ത്ഡേ. അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പിട്ടാണെങ്കിൽ ഡിസംബർ ഈ ഒരു സമയമാകുമ്പോൾ ലീവ് എടുത്തിട്ട് ഏട്ടൻ നാട്ടിൽ വന്നിട്ട് നമ്മൾ കണ്ണൂർ പോകും. കണ്ണൂർ പോയിട്ട് ഫുഡെല്ലാം അടിച്ച് കറങ്ങാനെല്ലാം പോയി മാളിലും ബീച്ചിലെല്ലാം പോയിട്ട് അങ്ങനെ കുറച്ച് നേരമെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പിന്നെയും വീട്ടിലേക്ക്. രാവിലെ ഒരു 7:30 ആയാലും ഏട്ടൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് ബർത്ത്ഡേ എല്ലാം വിഷ് ചെയ്ത്. അമ്മ പറഞ്ഞ് ആൽബത്തിലെ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചിട്ടുമുണ്ട്, സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഒന്ന് നോക്കുന്നെല്ലാം പറഞ്ഞ് പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത് നേരെ അടുക്കളയിലേക്ക് കയറി. ഞാൻ വെച്ച് രാവിലെ തന്നെ നൂൽപുട്ടും പട്ടാണിക്കടലക്കോ ആക്കാമെന്ന് വെച്ചിട്ട് പട്ടാണിക്കടലൊക്കെ എടുത്തിട്ട് തലേന്ന് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ അതെല്ലാം കഴുകി എടുത്ത് വെച്ച് ആദ്യം തന്നെ കറി വെച്ചിട്ട് പിന്നെ നൂൽപുട്ടിനെല്ലാം നൂൽപുട്ടിന് ചൂടുവെള്ളത്തിലാണ് കുഴച്ചിട്ട് നല്ലോണം വെട്ടിയിട്ട് നൂൽപുട്ടാക്കി. നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ 2-3 ബാഗ് ഡേറ്റ് നോക്കിയിട്ട് തന്നെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് തന്നെ പത്തിരിപ്പൊടിയും പുട്ടുപൊടിയെല്ലാം കൊണ്ടുവന്നതിനു. പുട്ടുപൊടി വേഗം നമ്മൾ തീർത്തിനേനും. പിന്നെ പത്തിരിപ്പൊടിയെ ബാക്കിയുള്ള പത്തിരിപ്പൊടിയും തീരാനായി അജ്മീൻ്റെ തന്നെ നമ്മൾ മേടിക്കൽ. അജ്മീൻ്റെ നല്ല പത്തിരിപ്പൊടിയും പുട്ടുപൊടിയാണ്. പിന്നെ നാട്ടിൽ നിന്ന് വന്നെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ ബാഗ് ഒരു കള്ളൻ കൊണ്ടുപോയി. അതിലാണ് നമ്മളെല്ലാ സാധനം കണ്ടു. ഒരു പവൻ്റെ ഒരു ചെയിൻ ഉണ്ടേനും. പിന്നെ 2 ആധാർ കാർഡ്, പാൻ കാർഡ്, ATM കാർഡ്, അങ്ങനെ കുറച്ച് ഏട്ടൻ്റെ ഒരു പഴയ ഫോൺ ഉണ്ടേനും. നമ്മൾ വരുന്ന സമയത്ത് പുതിയ ഫോൺ വാങ്ങിയ പഴയ ഫോൺ ഉണ്ടേനും, അതും പോയി. ചാർജർ പോയി. ബാഗിൽ കുറച്ച് പൈസ ഉണ്ടേനും. ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ അന്നായിപ്പോയി. പിന്നെ നമ്മുടെ കൂടെ തന്നെ വന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു, മലയാളി ഫാമിലി. അവർ ഇവിടെ വീടെടുത്ത് താമസിക്കുന്നതാണ്. അവർ രാവിലത്തെ ചായക്ക് വേണ്ടിയിട്ടുള്ള കടിയും വാങ്ങിച്ച് തന്ന് ഒരു 500 രൂപയും തന്ന്. അതുകൊണ്ട് എന്തോ ഒരു നല്ല നല്ല മനുഷ്യരെ കണ്ടുമുട്ടിയത് കൊണ്ട് അന്നേ ദിവസം തള്ളി നീക്കി. പിന്നെ നമ്മളത് തിരിച്ചു കൊടുത്തിന് അവരിങ്ങോട്ടും വന്ന് നമ്മൾ അങ്ങോട്ടും പോയി. ഇതാണ് ഏട്ടൻ്റെ പിറന്നാൾ ഗിഫ്റ്റ്. ഇതാണ് ഏട്ടൻ എനിക്ക് വാങ്ങി തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിയ. ഇന്ന് തന്നെ 21 തന്നെ വരുന്ന വിധത്തിൽ ഓർഡർ ചെയ്തതാണ്. അങ്ങനെ ഒരു 10-11 വന്ന് അത് പൊട്ടിച്ച് അത് കണ്ടപ്പോൾ ഇവന് ഭയങ്കര സന്തോഷം. അമ്മ പിറന്നാൾ ഇവൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് ഇവന് തന്നെ വേണമെന്ന് ഭയങ്കര കരച്ചിലും ചാടിയനും. പിന്നെ ഇവന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെത് ഫ്ലിപ്കാർട്ടിൽ എന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് പൊട്ടുന്നതിന് പേടിച്ചിട്ട് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ. ഇവനത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. ഇതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവനെ ഒരു 6 മാസമായ സമയത്ത് തന്നെ ഇതുപോലത്തെ ഒരു ക്ലാസ് കിട്ടീന്. ഇവരെ CSF സംഗമത്തിന് പോയ സമയത്ത് കുട്ടികൾക്ക് ഇതുപോലെ മഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മഞ്ഞ കളറുള്ള മഗ് ഇവൻ ആദ്യമായിട്ട് അത് കിട്ടീന്. അങ്ങനെ ഒരു 5-10 മിനിറ്റ് അവൻ അതിനെ കൊണ്ട് കളിച്ചിന്. പെട്ടെന്ന് തന്നെ അത് മാറ്റി വെക്കുമ്പോൾ കരച്ചിലായിരിക്കും. പിന്നെ അടി കിട്ടും, നമുക്കെല്ലാം അടി കിട്ടും. അതുകൊണ്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കളിക്കാൻ കൊടുത്ത് പിന്നെ ഏട്ടനെ അവനെ കൂട്ടിയിട്ട് പോയി കടയിൽ. പീടികയിൽ പോയപ്പോൾ ഞാനത് മെല്ലെ മാറ്റി വെച്ച്. അപ്പോൾ ഇപ്പോൾ പീടികയിൽ പോയിട്ട് പായസം വെക്കാനുള്ള കുറച്ച് സാധനങ്ങളുമായിട്ട് അവർ വന്നിന്. എന്നിട്ട് ഇനി പായസത്തിലേക്ക് ഇന്നത്തെ ഫുഡ് മൊത്തം ഏട്ടൻ്റെ വയ്ക്കാന്ന്. രാവിലെ മാത്രമേ ഞാൻ അടുക്കളയിൽ കയറ്റിയിട്ടുള്ളൂ. ഉച്ചക്കത്തെ മുട്ട കൊണ്ട് ഫ്രൈഡ് റൈസും പായസം എല്ലാം ഏട്ടൻ്റെ വകയാണ്. ഏട്ടനാക്കി തരാമെന്ന് പറഞ്ഞ് എന്നോട് നീ പോയിട്ട് റെസ്റ്റ് എടുക്ക്, ഇന്നത്തെ ഉച്ചക്കത്തുള്ളതെല്ലാം ഞാൻ ആക്കിത്തരാം, പായസം ഞാൻ വെച്ചതാന്ന് പറഞ്ഞ് വന്ന് പാല് വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ പാല് കാച്ചി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈഡ് റൈസ് ആക്കി ഇട്ടിട്ട് അരി പുതിർത്ത് വെച്ചിനു. ആദ്യം തന്നെ ഏട്ടൻ പായസമാക്കി തന്നിട്ട് പിന്നെ ഫ്രൈഡ് റൈസ് ആക്കി തന്ന്. എനിക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്ക് എല്ലാം ആക്കിത്തരും. അതുപോലെ യൂട്യൂബിൽ ഓരോരോ ഫുഡിൻ്റെ ആക്കുന്ന വീഡിയോ കണ്ടിട്ടാകുമ്പോൾ ഏട്ടൻ തന്നെ ആക്കൽ. അങ്ങനെ വൈകുന്നേരം കേക്ക് കട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.